ഹലോ ഫ്രണ്ട്സ്, ഇതുപോലെ നിങ്ങൾ വാട്സപ്പ് എല്ലാം ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് എല്ലാം ഹാങ് ആകുന്നതും അതുപോലെ നിങ്ങളുടെ വാട്സപ്പിൻ്റെ സ്പീഡ്, ഫോൺ സ്പീഡ് എല്ലാം വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഇതിനായി നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. ഇവിടെ 2 ടിപ്പെല്ലാം പറയുന്നുണ്ട്. ഈ 2 ടിപ്പെല്ലാം ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് എല്ലാം കൊണ്ടുവരാൻ സാധിക്കും. ആദ്യത്തെ ടിപ്പ്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായി നിങ്ങൾക്ക് മെസ്സേജ് എല്ലാം അവരുടെ ഈ ഒരു ചാറ്റ് എല്ലാം ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ ഈ ഒരു 3 ഡോട്ടിൽ പ്രസ് ചെയ്തതിന് ശേഷം മീഡിയ ലിങ്ക്സ് ആൻഡ് ഡോക്സ് എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. അപ്പോൾ നമ്മളുമായി കൂടുതൽ വാട്സപ്പിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അവരുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്ന മീഡിയ എല്ലാമാണിത്. ഇതിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത മീഡിയ എല്ലാം തന്നെ ഇതുപോലെ ജസ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം മുകളിൽ വന്നിരിക്കുന്ന ഈ ഒരു ഡിലീറ്റ് എന്നത് പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഡാറ്റ എല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ അടുത്തൊരു ഓപ്ഷൻ ഡോക്സ് എന്നതാണ്. ഇവർ ഷെയർ ചെയ്തിരിക്കുന്ന ഡോക്സ്, ലിങ്ക്സ് എല്ലാം തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിലും നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതെല്ലാം ഇതുപോലെ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. എന്നാൽ ഇനി രണ്ടാമതായി പറയുന്ന ഈ കാര്യം, ഇത് വളരെയധികം യൂസ്ഫുള്ളായ ഒരു കാര്യമാണ്. അപ്പോൾ അത് എന്താണ് എന്ന് നോക്കാം. ഇതിനായി നമ്മൾ ഈ ഒരു 3 ഡോട്ടിൽ പ്രസ് ചെയ്ത് സെറ്റിംഗ്സ് എന്നതിൽ പോയതിനു ശേഷം ഇവിടെ നമുക്ക് സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. ഇവിടെ നിങ്ങൾക്ക് മാനേജ് സ്റ്റോറേജ് എന്ന ഏറ്റവും മുകളിൽ വന്നിട്ടുണ്ട്. ഇതിലൊന്ന് ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിൽ കുറേ അധികം ഓപ്ഷൻസ് എല്ലാം വന്നിരിക്കുന്നത് കാണാം. ഇതിൽ നമ്മൾ മെയിനായി ഫോക്കസ് ചെയ്യേണ്ടത് ലാർജർ ദാൻ 5 MB, അതായത് 5 MBക്ക് മുകളിലുള്ള ഫയൽസ് എല്ലാമുള്ള ഈ ഒരു ഭാഗത്ത് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം 1.4 GB എല്ലാം ഇപ്പോൾ ഇത്തരത്തിലുള്ള ഡാറ്റയെല്ലാം നിറഞ്ഞിരിക്കുകയാണ്. അതിനാൽ തന്നെ ഇവിടെ നിന്നും നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത വീഡിയോസ് എല്ലാം സെലക്ട് ചെയ്ത് ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ഡിലീറ്റ് എന്നതിൽ കൊടുത്തതിന് ശേഷം ഇനി നിങ്ങൾക്ക് ഡിലീറ്റ് എനി കോപ്പി സ്റ്റോർഡ് ഇൻ ഗാലറി, അതായത് നമ്മുടെ ഫോണിൻ്റെ ഗാലറിയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ഡിവൈസിലുള്ള ഈ ഒരു ഫൂട്ടേജ് കൂടി നിങ്ങൾക്ക് ഒഴിവാക്കണമെങ്കിൽ ഇത് ജസ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റ് എന്ന് കൊടുക്കാം. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇവിടെ തന്നെ നിങ്ങൾക്ക് ഈ മുകളിൽ ഒരു 3 ലൈൻ വന്നിരിക്കുന്നതിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ന്യൂവസ്റ്റ്, അതായത് പുതുതായി വന്നിരിക്കുന്ന ഫയൽസ് നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്യാം. ഓൾഡസ്റ്റ് എന്ന് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പഴയതായി, അതായത് നേരത്തെ ഉണ്ടായിരുന്ന കുറേ വീഡിയോസ് അതുപോലെയുള്ള മീഡിയ ഫയൽസ് എല്ലാം ഏറ്റവും മുകളിലായി കാണിക്കും. അതിൽ നിന്നും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇനി ലാർജസ്റ്റ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ഫയൽസ് എല്ലാം തന്നെ മുകളിൽ കാണിക്കും. അതിനാൽ തന്നെ ഇങ്ങനെ വന്നിരിക്കുന്നതിൽ നിന്നും നിങ്ങൾക്ക് ഈസിയായി ഇവിടെ വേണ്ടാത്ത ഫയൽസ് എല്ലാം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ഡിലീറ്റ് കൊടുക്കാം. അതിനാൽ തന്നെ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ MB എല്ലാം തന്നെ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ഇത് നിങ്ങളുടെ വാട്സപ്പിനും ഫോണിൻ്റെ സ്റ്റോറേജിനും അതുപോലെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പെർഫോമൻസിനെല്ലാം തന്നെ ഏറെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക.